ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ ഗായ്സ്? ഞങ്ങളിതാ വീണ്ടും മദീന ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവിടുത്തെ ബീഫ് ചില്ലി കഴിക്കാൻ കേട്ടോ. ബീഫ് ചില്ലി കഴിക്കാൻ വന്നതാണ് കേട്ടോ. അതായത് BDF, ബീഫ് ഡ്രൈ ഫ്രൈ എന്നാട്ടോ, അങ്ങനെയാണ് കേട്ടോ അവരവിടെ പറയുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് ഇവർ മൂന്നാളും എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഞാൻ തല്ലുകൂടിയിട്ട് കൊടുന്നതാണ് കേട്ടോ ഗൈസ്. ഇവർ മൂന്നാളും ഇത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും കഴിക്കണം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ വന്നത് ലേറ്റ് ആയിട്ടാണ്. അന്ന് നമ്മളൊരു 9:30 ഒന്നും 10 മണിക്ക് കഴിക്കണം കേട്ടോ വരുമ്പോൾ. ഇന്ന് കുറച്ച് കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കാണാനുണ്ട് കേട്ടോ, ബേക്കറി ഐറ്റംസൊക്കെ. എന്നാലും കുറേ ചിക്കൻ റോള് അങ്ങനത്തതൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. എന്നാലും എന്താ പറയുക, നമ്മൾ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളൊരു വൈകുന്നേരം വരാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഗൈസ്, നമുക്ക് വൈകുന്നേരം ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. പിസ്സ ഉണ്ട്, അതുപോലെ ബർഗർ ഉണ്ട്, ഓരോ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതാ നമ്മൾ അടിപൊളി പച്ചപ്പട്ടാണിക്കടല ഉണ്ട് കേട്ടോ, ലഡു, പിന്നെ ഗുലാബ് ജാമുന്, അതുപോലെ രസഗുള, പിന്നെ അന്ന് നമ്മൾ കഴിച്ച മിഠായിസൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഇതിന് കുറച്ച് ദിവസം വെക്കും, അങ്ങനെയാണ് കേട്ടോ. എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡും ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഫുഡ് വന്നിട്ട് നമുക്ക് പറയട്ടെ ഇനി എങ്ങനെയാണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഒന്ന് ഹായ് പറയാണ്. എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണണ്ടേ പറഞ്ഞിട്ട് ഞാൻ അവരോട് ഹായ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കേക്കിൽ തന്നെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഞാൻ അവിടെ കണ്ടു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എന്താ പറയുക, മിനി കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ഒരു ചെറിയൊരു 2 പേരുള്ളൊരു സെലിബ്രേഷന് പറ്റിയൊരു കേക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഒരുപാട് 60 ദിറംസ് 70 ദിറംസിനൊക്കെ നല്ല അടിപൊളി കേക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്നപ്പോൾ നമുക്കിതാ ഒരു സ്പെഷ്യൽ അവർ കൊണ്ടു തന്നിട്ടോ, ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. ഇന്ന് കൊണ്ടു തന്നത് ഗുലാബ് ജാമുനാണ് കേട്ടോ. അപ്പം ഞാനിതാ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഗുലാബ് ജാമുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടിയിട്ട് ഞാൻ കഴിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്നോട് എന്താന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗുലാബ് ജാമുന് മതി പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് അവിടുന്ന് ട്രൈ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മിച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മിച്ചറും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളെ നാട്ടിലത്തെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന അടിപൊളി മിച്ചറാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. അങ്ങനെ നമ്മളെ പൊറോട്ട എത്തിയിരിക്കുന്നു ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടാവും. വലിയ പൊറോട്ടയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ്, BDF, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ. അത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം ഗൈസ്. അപ്പം ഞാനിനിയിപ്പോൾ അതൊന്നും വെറുതെ കളയണ്ടല്ലോ. അപ്പം നമ്മളെ സാധനം എത്തിയിരിക്കുന്നുട്ടോ ഗൈസ്. ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ അത്. ഇതിൽക്ക് ചെറുനാരങ്ങൊക്കെ നന്നായി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഞാനിതാ കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് വിട്ടുപോയൊരു കേസാണ് കേട്ടോ. ഞാൻ പിന്നെ ഇന്നിപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ നിങ്ങളോട് പറയാൻ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിനാകെ 8 ദിറംസ് കേട്ടോ ഗൈസ് വരുന്നുള്ളൂ. നമ്മളന്ന് 4 പേര് കഴിച്ചിട്ട് ആകെ 37 35 അങ്ങനെ എന്താണ് കേട്ടോ പ്രൈസ് വന്നത്. അത് 3 ഡ്രൈ ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട. ആദ്യം നമ്മൾ ഡ്രൈ ഫ്രൈ എടുത്തത് 2 എണ്ണമാണ് കേട്ടോ. എന്നിട്ട് ഗൈസ് അവർ വീണ്ടും ഓർഡർ ചെയ്തു 1 എണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നുകൂടി 3 ഡ്രൈ ഫ്രൈ ഓർഡർ ചെയ്ത്. പിന്നെ വേറെ സെപ്പറേറ്റ് ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ചിക്കൻ കറി ഒന്നും ഓർഡർ ചെയ്ത്. ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ഗ്രേവിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളിലേക്ക് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ബീഫ് ഡ്രൈ ഫ്രൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. പിന്നെ നമ്മൾ അന്ന് കഴിച്ച് തന്തൂർ റൊട്ടി ഇരിക്കുന്നത്. പിന്നെ ഞാൻ പോയൊക്കെയപ്പോൾ ഇവിടെയും കുറച്ച് ഐറ്റംസും കൂടി കാണുന്നുണ്ട് കേട്ടോ. അന്ന് 12 മണിക്ക് പോയ കാരണമാണ് ഇതൊന്നും കാണാഞ്ഞത്. ഇന്ന് കുറച്ചും കൂടി ഐറ്റംസ് കാണുന്നുണ്ട്. അവർ പറഞ്ഞത് ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങളൊരു 4:30 5 മണിക്ക് വരണം എന്നാണ് കേട്ടോ. ഓരോ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവർ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി പൊറോട്ട ഒക്കെ തിന്നിട്ട് ദം അടിച്ചിട്ടാണ് കേട്ടോ
അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു 10-11 മണിയായിട്ട് അവിടുത്തെ ഒരു ക്രൗഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഷെറഫ് ചെറിയ കുട്ടികളെ വലുതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ട് വരുന്നത് കേട്ടോ. പിന്നെ മോളെ ഓനെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉപ്പാനായിട്ടും ഓനായിട്ടും ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാനും നിന്നില്ല, കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മോളങ്ങനെ എടുക്കാറില്ല കേട്ടോ, കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വീഡിയോ എടുക്കലും നടക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്